ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടി.ബി. മിനിയുടെ ഉറക്കമാണ് ഇപ്പോഴത്തെ ചർച്ച. ദിലീപിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ടി.ബി. മിനി, വിക്ടിമിന്റെ ലോയറായിട്ടുള്ള ടി.ബി. മിനി ഏതാണ്ട് 10 ദിവസം മാത്രമാണ് ഹാജരായ ദിവസങ്ങളിൽ കോടതി ഇരുന്ന് ഉറക്കമാണ്. 10-20 മിനിറ്റ് കഴിയുമ്പോഴേ ഇവർ എണീറ്റ് പോവും എന്നുള്ള രീതിയിലൊക്കെയാണ് ഇന്ന് കോടതിയിൽ ഹണിയം വർഗീസ് മിനിയെ വിമർശിച്ചത്. വാർത്തയൊന്ന് കേൾക്കാം. ആ ഘട്ടത്തിലാണ് കോടതി അതിരൂക്ഷ വിമർശനം അഭിഭാഷകരെതിരെ ഉന്നയിച്ചത്, ടി.ബി. മിനിക്കെതിരെ ഉന്നയിച്ചത്. അതിങ്ങനെയാണ്: വിചാരണ സമയത്ത് 10 ദിവസത്തിൽ താഴെ മാത്രമാണ് ടി.ബി. മിനി കോടതിയിൽ ഹാജരായത്. അരമണിക്കൂർ മാത്രമാണ് അഭിഭാഷക കോടതിയിൽ ഉണ്ടാകാറുള്ളത്. ആ സമയം ഉറങ്ങാറാണ് പതിവ് തുടങ്ങിയ രൂക്ഷ വിമർശനമുണ്ട്. ഒപ്പം വിശ്രമ സ്ഥലം എന്ന രീതിയിലാണ് കോടതിയെ ടി.ബി. മിനി കണ്ടതെന്നും വിചാരണ കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നിട്ടാണ് കോടതി അത് കേട്ടില്ല, ഇത് പരിഗണിച്ചില്ല എന്ന് പറയാറുള്ളത്. അതായത് അതിരൂക്ഷ വിമർശനം വിചാരണ കോടതിക്കെതിരെ അഭിഭാഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. വിചാരണ കോടതിയുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ച സംഭവിച്ചു. ആ വിചാരണ കോടതിക്കെതിരെ ഒരുപക്ഷെ ഒരു അഭിഭാഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ അവർ നടത്തിയിരുന്നു. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിലപാട് വിചാരണ കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. ഇപ്പൊ ഇതാണ് മിനിക്കെതിരെ കോടതിയുടെ വിമർശനം. ഇന്ന് ഈ അതിജീവിതയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കോടതി അലക്ഷ്യ കേസുകൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതിന് ടി.ബി. മിനി ഇന്ന് ഹാജരായില്ല. ജഡ്ജ്മെന്റ് പറഞ്ഞ ദിവസവും ടി.ബി. മിനി ഹാജരായിട്ടുണ്ടായിരുന്നില്ല. അതുകൂടാതെ ഈ ജഡ്ജിനെതിരെ നല്ല രീതിയിൽ രൂക്ഷ വിമർശനം പല ചാനലുകളിലും കയറിയിരുന്ന് ടി.ബി. മിനി പറഞ്ഞിട്ടുണ്ട്. ജഡ്ജിനെതിരെ പറഞ്ഞൊന്നും അറിയത്തില്ല, ബട്ട് ജഡ്ജ്മെന്റിനെ, വിധിയെ വിമർശിച്ചിട്ടുണ്ട്. അത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഇത് ജഡ്ജ് പണിതതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ടി.ബി. മിനിയെ പണിതതാണ്. ഇവരാദ്യമായിട്ടല്ല ഇവർക്കിട്ട് പണിയുന്നത്. നമുക്ക് അതിലോട്ട് വരാം. എന്താണെങ്കിലും ഇതിനെ പ്രതികരിച്ചുകൊണ്ട് മിനി രംഗത്ത് വന്നിട്ടുണ്ട്. മിനി പറഞ്ഞ കാര്യങ്ങളൊന്നും കേൾക്കാം. കൊതിയില്ലാത്ത വർത്തനം പറയണേന് ഞാൻ എന്ത് മറുപടി പറയാനാ? 10 ദിവസത്തിൽ താഴെ ഞാൻ അവിടെ ഇരുന്നുള്ള ഈ ട്രയലിന്റെ മുഴുവൻ സമയവും ഞാൻ അവിടെ ഇരുന്നതാ. അതിന് പി പറയട്ടെ. അവിടെ അതെനിക്ക് മനസ്സിലാവാത്തത്. 10 ദിവസത്തിൽ താഴെ ഇന്ന് എന്തുകൊണ്ട് ജഡ്ജി പറഞ്ഞു എന്ന് മനസ്സിലാവുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേസ് തുടങ്ങിയിട്ട് ഏതാണ്ട് 8 കൊല്ലത്തോളമായി. അതിനകത്ത് ഒരു 5 കൊല്ലമായിട്ട് ഈ മിനി ഈ കേസിന്റെ പുറകിലുണ്ട്. അതായത് ഈ 5 കൊല്ലത്തിൽ എത്രയോ തവണ കോടതിയിൽ വിചാരണയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അതിനകത്തൊരു 10 ദിവസം മാത്രമാണോ ഈ മിനി ഹാജരായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. നമുക്ക് കേൾക്കുന്നവർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ കേസ് നടത്തിയിട്ടുണ്ട്, പി.പിയുമായി ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കോടതികൾ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതിൽ ഒരു മറുപടിയും പറയാനില്ല. അങ്ങനെ കോടതിയുമായി തർക്കിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. 10 ദിവസം ഹാജരായ ഒരു വ്യക്തിക്ക് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കിണയം അറിയാൻ സാധ്യതയില്ല. ഇവർ കുറെ കാര്യങ്ങളൊക്കെ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ന്യൂസിലൊക്കെ വന്നിരുന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും സത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു വ്യക്തി പി.പിക്കാണ്. പബ്ലിക് പ്രോസിക്യൂട്ടർ അജകുമാർ. പുള്ളി അസിസ്റ്റ് ചെയ്യുന്നതാണല്ലോ ഇവരുടെ പണി. അപ്പൊ എത്രമാത്രം ബാലിശമാണ് ഈ കോടതി എന്ന് പൊതുജനം വിലയിരുത്തട്ടെ. എനിക്കതിൽ വേറെ ഒന്നും പറയാനില്ല. 10 ദിവസം ആണ് എന്റെ ജീവിതത്തിലെ 5 വർഷക്കാലം ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നതാണ്. ഈ ട്രയൽ ആരംഭിച്ചപ്പോൾ മുതൽ, എനിക്ക് വക്കാലത്ത് കിട്ടിയപ്പോൾ മുതൽ ഞാൻ ആ കോടതിയിലുണ്ട്. പിന്നെ എനിക്ക് ഒരു ഉപജീവന മാർഗം എന്ന രീതിയിൽ ചിലപ്പോഴൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടാവാം. പക്ഷെ ഒരിക്കലും ഒരു കോടതി ഒരു അഭിഭാഷകയെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹം കോടതിയിൽ ഇരുന്ന് പറയുന്നത്. അത് ഹൈക്കോടതി അതിനെ വിലയിരുത്തട്ടെ. എനിക്കിതിൽ വേറെ ഒന്നും പറയാനില്ല. മിനി ഈ ഒരു കേസിൽ കേപ്പബിൾ ആണോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. പലപ്പോഴും ഇവർ കേപ്പബിൾ അല്ലാത്ത രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ കൊലകൊമ്പനായിട്ടുള്ളൊരു വക്കീലാണ്. അവരുടെ എതിരെ നിന്ന് വാദിച്ച് ജയിക്കാനുള്ള അത്രയും ഒരു സ്കില്ലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇവർ ഈ ഒരു കേസിനകത്തോട്ട് വന്നതെന്ന് ഇവർ പറയുന്നത്, ഈ ഒരു കേസ് ആരും എടുക്കാതെ നിന്ന സമയത്ത് അതിജീവിതയ്ക്ക് വേണ്ടിയിട്ട് അപ്പിയറായ വക്കീലാണ് ഈ പറയുന്ന ടി.ബി. മിനി. അതിന് മിനി പറയുന്ന റീസൺ, ഈ പറയുന്ന രാമൻപിള്ള വക്കീലിനെ വെറുപ്പിക്കാൻ ആരും തയ്യാറാവുന്നില്ല. അപ്പം വേറെ ഒരു വക്കീലും ഈ കേസ് ഏറ്റെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് വന്ന സമയത്താണ് താൻ ഈ ഒരു കേസ് എടുത്ത് മുന്നോട്ട് വന്നതെന്നും മാത്രമല്ല ഇവർ പൈസ ഒന്നും മേടിക്കാതാണ് ഈ ഒരു കേസിന്റെ പുറകിൽ ഇത്രയും വർഷങ്ങളോളം നടന്നതെന്നും മിനി പറയുന്നുണ്ട്. അത് നമുക്ക് തള്ളിക്കളയാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ 10 ദിവസം മാത്രമാണ് ഇവർ ഈ കോടതിയിൽ ഹാജരായി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും റെക്കോർഡ്സ്, ഈ പ്രസന്റ് സാർ എന്ന് വിളിക്കുന്ന പരിപാടി വല്ലതും ഉണ്ടെങ്കിൽ അത് പുറത്തു വിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ വെറുതെ വന്ന് കോടതി വന്നിരുന്നെങ്കിൽ പണയുവാണോ 10 ദിവസം ഇവര് ഹാജരായിട്ടുള്ളെന്ന് പറഞ്ഞിട്ട്? ഇതൊരുമാതിരി ഗ്രഡ്ജ് തീർക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. മിനി ഉറങ്ങിയതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഉറങ്ങിയോ എന്നുള്ള ചോദ്യത്തിന് മീഡ് ഉത്തരം നമുക്കൊന്ന് കേൾക്കാം. കാരണം ഒരു വിക്ടിം ലോയർ എന്ന് പറയുന്ന ലോയർക്ക് ആ കോടതിയിൽ ഒരു അക്ഷരം പോലും പറയരുതെന്ന് ആ കോടതി തന്നെയാണ്. നേരത്തെ സഞ്ജയ് അഡ്വക്കേറ്റ് സഞ്ജയ് ആയിരുന്നു ആ കേസിൽ നേരത്തെ ഉണ്ടായിരുന്നു, ഞാനല്ല. ആ സഞ്ജയ് ഇരിക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞ് വിക്ടിം ലോയറിനെ സംബന്ധിച്ച് CRPC പ്രകാരം ഒന്നും തന്നെ പറയാനില്ല.
അതുകൊണ്ട് മിണ്ടരുത് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ ഇരുത്തിയത്. പിന്നെ പുറകില് ബെഞ്ചിലാണ് ഞാൻ ഇരുന്നുകൊണ്ടിരുന്നത്. പ്രോസിക്യൂട്ടറും എതിർകക്ഷികളും അവിടെ ഇരിക്കാറുണ്ട്. എല്ലാവരും ഉറങ്ങാറുണ്ട് ഉച്ച കഴിയുമ്പോൾ. ഞാൻ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണ ഞാൻ ഉറങ്ങാറില്ല. കാരണം ഞാൻ അത്രയും ശ്രദ്ധയോടുകൂടി ആ കേസ് നടത്തുന്ന ഒരു ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആര് പറഞ്ഞാലും ഞാൻ ഉറങ്ങാറില്ല. അതൊക്കെ കോടതി വ്യക്തിപരമായി എന്നെ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നത് തന്നെ എന്ത് വ്യക്തിപരമായിട്ടാണ് കോടതി ഈ കാര്യങ്ങൾ കാണുന്നത് എന്നുള്ളതിന് വ്യക്തമാണല്ലോ. അപ്പം മിനി ഉറങ്ങിയിട്ടില്ല എന്നാണ് മിനിയുടെ വാദം. ഒന്നാമത്തെ കാര്യം, ഇവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ മിനി അല്ല കേസ് വാദിക്കുന്നത്. ഇപ്പൊ രാമപിള്ളയുമായിട്ട് ആർഗ്യുമെന്റ് നടത്തുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള അജകുമാറാണ്. ഈ അജകുമാറിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ള പണി മാത്രമേ ഈ പറയുന്ന മിനിക്കുള്ളൂ. അതും പബ്ലിക് പ്രോസിക്യൂട്ടർ അനുവദിച്ചാൽ മാത്രം. അല്ലാതെ മിനിക്ക് അവിടെ പോയിട്ട് ഈ രാമപിള്ള ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഡിഫെൻഡ് ചെയ്യുന്ന വക്കീലുമായിട്ട് ആർഗ്യുമെന്റ് നടത്താനുള്ള ഒരു സ്കീമൊന്നും അവിടെ ഇല്ല, കോടതിയിലില്ല, അതിനുള്ള നിയമമില്ല. എന്നാൽ പോലും വിക്ടിം ലോയർ എന്ന നിലയിൽ അവിടെ പ്രസന്റ് ചെയ്യണം എന്നുള്ള ഒരു കാര്യമുണ്ട്. അങ്ങനെ പലപ്പോഴായിട്ട് ഇവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഉറങ്ങിയിട്ടില്ലെന്നും ഇവർ പറയുന്നുണ്ട്. കുറച്ച് തവണയൊക്കെ ഇവർ മിസ്സായിട്ടുണ്ട്, അതും തുറന്നു പറയുന്നുണ്ട്. അവരുടെ ഉപജീവന മാർഗ്ഗമാണ്. ഈ ഒരു കേസ് അവർ ഫ്രീ ഓഫ് കോസ്റ്റിലാണ് എടുത്ത് ചെയ്യുന്നത്. ഈ 5 വർഷം ഈ ഒരു കേസിന്റെ പുറകെ നടക്കുമ്പോഴത്തേക്ക് അവർക്ക് ജീവിക്കണ്ടേ, ഞഞ്ഞമ്മ അടിക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് അവർ ആ ചില സമയത്തൊക്കെ മിസ്സായിട്ടുണ്ടെന്ന് അവർ തുറന്നു പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടുള്ള കാര്യം. അവരില്ലെങ്കിൽ അവിടെ കാര്യം നടന്നോളൂ എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ പോകുന്നത്. ഇനി വേറൊരു കോടതിയുടെ വിമർശനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിനി ഈ കേസൊന്നും ശ്രദ്ധിക്കാതാണ് കോടതിയെ അല്ലെങ്കിൽ ജഡ്ജിനെയൊക്കെ വിമർശിക്കുന്നത് എന്നുള്ള രീതിയിൽ. കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ മീഡിയസിൽ പോയിരുന്നിട്ട് കുറെ പറയുമല്ലോ, പറയുമ്പോൾ ജഡ്ജിന് കൊള്ളുമല്ലോ, അതിന്റെ ഒരു ഇതാണ് പറയുന്നത്. അതിന്റെ മിനിയുടെ മറുപടി ഒന്ന് കേൾക്കാം. കോടതിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നോ എന്നുള്ള കാര്യം. അവിടെ എന്താണ് നടക്കുന്നതെന്ന് താങ്കൾ ശ്രദ്ധിക്കുന്നില്ല എന്ന രീതിയിലാണ് കോടതി പറയുന്നത്. അതൊക്കെ വെറുതെ പറയുന്നതെന്ന് ഞാൻ എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം മാത്രമല്ല, ഈ കോടതിയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ പ്രോസിക്യൂട്ടറുമായിട്ടിരുന്ന് കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂട്ടർ ട്രയൽ നടത്തിയതും പ്രോസിക്യൂട്ടർ കേസ് ആർഗ്യുമെന്റ് ചെയ്തതും. ഇത് വ്യക്തിപരമായി പറയുന്നതിന് എനിക്ക് എന്ത് പറയാനാണ് ഇതില്? ഞാൻ എല്ലാ ദിവസവും പരമാവധി, കാരണം ഞാനൊരു ഉപജീവന മാർഗത്തിന് ഓടുന്ന ഒരാളാണ്. പക്ഷെ അപ്പൊ ഏതെങ്കിലുമൊക്കെ ദിവസം ഞാൻ ആബ്സെന്റ് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ പരമാവധി ദിവസങ്ങളിൽ ഞാൻ ആ കോടതിയിൽ ഹാജരുണ്ടായിരുന്നു. പിന്നെ അവിടെ ഹാജരെന്ന് മാർക്ക് ചെയ്യാനായിട്ടുള്ള ഈ വിമല് പറയുന്ന പോലെ ഹാജർ മാർക്ക് ചെയ്യാനുള്ള പരിപാടിയൊന്നും ജില്ലാ കോടതിയിൽ ഒരു സ്ഥലത്തും ഇല്ല. വെറുതെ വിട്ടിട്ട് പറയരുന്ന് വിമലിനോട് പറയും. അവിടെ ഹാജർ മാർക്ക് ചെയ്യാനായിട്ട് എന്താ വഴി അവിടെ ഉള്ളത്? അങ്ങനെയൊന്നും ഇല്ല. ഇനി ഒരു അഡ്വക്കേറ്റ് ഒരു കോടതിയിൽ അവരുടെ ജൂനിയറിനെ പറഞ്ഞു വിട്ടു എന്നുള്ളത് തല പോണ കേസല്ല. പണ്ട് നമ്മള് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നില്ല, നീ ക്ലാസ്സിൽ വന്നാലും ശ്രദ്ധിച്ചിരിക്കാറില്ല, നീ ക്ലാസ്സിൽ കയറാറില്ല, ഇതൊക്കെ സാറന്മാരുടെ വായിന്നാണ് നമ്മൾ കേൾക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു ജഡ്ജി വന്നിട്ട് ഒരു വക്കീലിനെ നോക്കി ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നത്. അവള് വന്നാലും ഇവിടെ നിന്ന് ഉറക്കവാ, അവള് ക്ലാസ്സിൽ ശ്രദ്ധിക്കത്തില്ല, ഇവള് ശ്രദ്ധിക്കാതിരുന്നിട്ടാണ് പോയിരുന്നത് അപ്പുറത്ത് വരുന്നത് എന്നെ പറ്റിയിരുന്ന് അപരാധിക്കുന്നത്. എന്തൊരു കോടതിയാണ് ഇത്! നമ്മുടെ കോടതി ഭയങ്കര കോമഡി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവള് വന്നിരുന്നാൽ പോലും കംപ്ലീറ്റ് ഇരുന്ന് ഉറക്കവാ, ശ്രദ്ധിക്കത്തില്ല. ഇതൊരുമാതിരി അംഗനവാടി ലെവലായി പോയല്ലോ, എന്തോ പറയാനാ. പിന്നെ ഹാജര്, കോടതിയിൽ ഹാജർ വെക്കുന്ന അതുകൂടെ വെക്കണം. രാവിലെ വരുമ്പോഴത്തേക്ക് ഒരു കെറ്റല്ലേ സാറന്മാര് അറ്റൻഡൻസ് രജിസ്റ്റർ ഇട്ട് വരുന്നതിന്റെ കൂട്ട് മിനി ടി ബി മിനി ഹാജർ, അജകുമാർ ഹാജർ, അങ്ങനെ ഉണ്ടായിരുന്നു നന്നായനെ. ഇപ്പൊ ജില്ലാ കോടതിയിൽ ആ പരിപാടിയൊന്നും ഇല്ലെന്നാണ് മിനി വന്നിരുന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടായിരുന്ന ഇപ്പൊ മിനി എത്ര ദിവസം വന്നിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കായിരുന്നല്ലോ. എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് ഒരാൾക്ക് ഇത് പറയാൻ പറ്റത്തുള്ളൂ, അജകുമാർ വന്ന് പറയണം ടി വി മിനി എത്ര ദിവസം വന്നിട്ടുണ്ടായിരുന്നത്. കാര്യം പുള്ളിയാണല്ലോ ഈ കേസ് വാദിച്ചത്. എന്തൊക്കെ കോമഡി അവിടെ നടക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കണേ. ഇന്ന് നടന്ന കേസിൽ മിനി അല്ല ഹാജരായത്, മിനി ജൂനിയറിനെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. ഇന്നത്തെ കേസ് എന്തായിരുന്നു എന്ന് മിനി പറയുന്നത് കേൾക്കാം. സെപ്പറേറ്റ് കേസാണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു സെപ്പറേറ്റ് കേസാണ്. ഇതൊരു കണ്ടംപ്റ്റ് കേസാണ്. അത് ഒരു ഷെർലി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി എനിക്ക് വക്കാലത്ത് ഏൽപ്പിച്ചിട്ടുള്ള ഒരു കേസാണ്. ശ്രീലേഖ IPS അവരുടെ യൂട്യൂബ് ചാനലിൽ കൂടി ദിലീപ് കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ വിഷയത്തിൽ അന്ന് കൊടുത്തിട്ടുള്ള ഒരു പെറ്റീഷനാണ്. ആ പെറ്റീഷന് എന്റെ ഭാഗം എന്റെ പെറ്റീഷനായിട്ടും എന്റെ CD ആയിട്ടും ഞാൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്റെ ജൂനിയർ പഠിച്ചു തന്നെയാണ് ഇവിടെ നിന്ന് രാവിലെ പോയത്. അവരെ പറയാൻ അനുവദിച്ചില്ല എന്ന് ഇപ്പൊ അവരെന്റെ അടുത്ത് വന്ന് പറഞ്ഞത്. സോ ശ്രീലേഖ IPSന്റെ യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസാണ്, മനസ്സിലായല്ലോ. ഇപ്പൊ നടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസാണെങ്കിൽ പോലും ഇത് വേറൊരു സാധനമാണ്. മറ്റേ കേസിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഐറ്റം ആയിട്ട് തോന്നുന്നില്ല ഇത് കേട്ടിട്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വേറെ ഹൈക്കോടതിയിൽ എന്തോ പരിപാടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇവർ ഹാജരായില്ല, ജൂനിയറിനെയാണ് പറഞ്ഞു വിട്ടത്. അങ്ങനെ കോടതിയിൽ ജൂനിയർ വന്ന സമയത്താണ് ജഡ്ജി ചോദിക്കുന്നു, എവിടെ ടി വി മിനി വന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഒരു വിമർശനം കോടതി ഉന്നയിച്ചത്. മാത്രമല്ല ജൂനിയറിനെ കൊണ്ട് പറയിപ്പിക്കാനും സമ്മതിച്ചില്ല എന്നുള്ള ഒരു സാധനവും കൂടെ വരുന്നുണ്ട്. ഇത് പക്ക ഗ്രഡ്ജ് തീർത്ത പോലാട്ടോ ഫീൽ ചെയ്യുന്നത്, പക്ക ഗ്രഡ്ജ് തീർത്ത പോലാണ്. ജൂനിയേഴ്സിന് ഒരു അവസരം കൊടുക്കുന്ന ജഡ്ജ് അവരോട് വാദിച്ച് പഠിക്കട്ടെ. എന്തായാലും ഇത്
ബ്ലൂംജിക്ക ബ്ലാ ബ്ലാ ആയിപ്പോയ ഒരു കേസ് കേട്ടാണ്. അപ്പൊ പിന്നെ അവരോട് വാദിച്ച് പഠിക്കട്ടെ, അല്ല ഇപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും. ഇപ്പൊ TV മിനി ഇന്ന് എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടെ TV മിനി പറയുന്നുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം. ഞാൻ ഇന്ന് ഹാജരായിരുന്ന എന്റെ ഓഫീസിൽ നിന്ന് സ്റ്റാഫോടെ പോയിട്ട് ഞാൻ ഹൈക്കോടതിയിൽ എൻഗേജഡ് ആണ്. ഞാൻ ഹൈക്കോടതിയിൽ വേറെ കേസ് ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ കോപ്പറേറ്റീവ് മാറ്റർ വളരെ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട്ടിലെ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ അഴിമതിയായിട്ട് ബന്ധപ്പെട്ട കേസിന്റെ ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്റെ ജൂനിയറിനെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ജൂനിയറിന് പറയാവുന്ന കേസേ ഉള്ളൂ, അത് അവർ പറഞ്ഞോളൂ. എന്റെ റെപ്രസെന്റേഷൻ അവിടെ ഉണ്ടല്ലോ, ഞാൻ തന്നെ പോകണമെന്ന് നിർബന്ധവുമില്ല. മാത്രമല്ല എനിക്ക് അതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള, അതിനേക്കാൾ സീരിയസ് ആണെന്ന് വെച്ചാൽ ഈക്വലി സീരിയസ് ആണ് എനിക്ക് രണ്ടും. പക്ഷെ എനിക്ക് ഇപ്പോൾ ഞാൻ ഇവിടെ ഹെൽഡപ്പ് ആയതുകൊണ്ടാണ് ഞാൻ അവിടെ പോകാതിരുന്നത്. അതൊക്കെ ഒരു വക്കീല് അയാളുടെ ഓഫീസിൽ നിന്ന് ജൂനിയറിനെ എൻഗേജ് ചെയ്യിക്കുമ്പോൾ അതിനേക്ക് ഇത്ര മോശമായി പറയേണ്ട കാര്യം കോടതികൾക്കില്ല. ഒരിക്കലും ഒരു പക്വതയുള്ള ഒരു കോടതി പറയാൻ പാടില്ല. കാരണം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടില്ലല്ലോ, നിങ്ങൾ പറയുന്നത് ഞാനിപ്പോ കേൾക്കണത്. കോടതി വെറും വൃത്തിയായിട്ട തൊട്ടി പരിപാടിയാണ് കാണിച്ചത്. എന്നെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടിയിട്ട്, എന്നെ ദിലീപിന്റെ യൂട്യൂബ് ചാനലുകാർക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് കോടതി ചെയ്ത പരിപാടിയാണെന്നാണ് മിനി പറയുന്നത്. മിനിയുടെ വിഷമം നമുക്ക് മനസ്സിലാവും. കാര്യം മിനി മിക്കവാറും ഏറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജഡ്ജ്മെന്റ് ഡേ ഉണ്ടല്ലോ, ഈ വിധി എന്താണ്, ഇവന്മാർക്ക് എന്താണ് ശിക്ഷ എന്ന് വിധിക്കുന്ന സമയത്ത് ആ ദിവസവും മിനി വന്നിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഇതിന്റെ പ്രതിഷേധമാണ് എന്നും പറഞ്ഞിട്ടങ്ങാണ്ടാണ് കോടതിയിൽ അന്ന് വരാതിരുന്നത്. അന്ന് നമ്മുടെ അണിയം വർഗീസ് മിനിക്കിട്ടൊരു പണി കൊടുത്തായിരുന്നു. അന്ന് എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള കാര്യം മിനി പറയുന്നുണ്ട്. നമുക്ക് അതോട് കേൾക്കാം. നിങ്ങൾ എന്തെന്നാ അങ്ങനെ പറയണത്? ആദ്യ വിധി പറയണ ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ദിലീപ് കുറ്റക്കാരനല്ല എന്ന് പറയുന്ന ദിവസം ഞാൻ അവിടെ ഉണ്ടായി. പിന്നെ ശിക്ഷ കൊടുക്കുന്ന ദിവസത്തിൽ പ്രത്യേകമായിട്ട് ഒരു കാരണവശാൽ പ്രോസിക്യൂഷന്റെ അഭിപ്രായമാണ് ചോദിക്കുന്നത്. ഒരിക്കലും അതിജീവിതയുടെയോ വിക്ടിമിന്റെയോ, അതിജീവിതം നമ്മ പറയുന്നതല്ലേ, വിക്ടിം ലോയർ എന്നാണ് ലീഗൽ ഭാഷ. വിക്ടിം ലോയറിന്റെ അടുത്ത് എന്ത് ശിക്ഷ കൊടുക്കണം എന്നൊന്നും ഇതുവരെ ആർഗ്യുമെന്റ് നോട്ട് ഉണ്ടോന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. എന്തെങ്കിലും ഹിയറിംഗ് ഉണ്ടോന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. കാരണം കോടതിയുടെ പെർമിഷൻ ഇല്ലാതെ എനിക്കൊന്നും പറയാനുള്ള റൈറ്റ് ഇല്ല. അതാണ് അവിടെ. സോ ഇതുവരെ ഇവരെടുത്ത് ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ആർഗ്യുമെന്റ് നോട്ടിനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു തേങ്ങയും ഇവരുടെ അടുത്ത് ഇതുവരെ ഈ പറയുന്ന ജഡ്ജി ചോദിച്ചിട്ടില്ല. പക്ഷേ എന്നിട്ട് ആ ദിവസം മാധ്യമങ്ങളുള്ള ദിവസം മാത്രം, ഇപ്പോഴും നിങ്ങൾ മാധ്യമങ്ങളുള്ളത് കൊണ്ടാണ് കോടതി എന്നെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യണത്. അല്ല, ഇത് ഇൻ ക്യാമറ ട്രയൽ ആണെങ്കിൽ ഒരു ദിവസം പോലും കോടതി എന്നോട് മോശമായി പെരുമാറിയിട്ടില്ല. കോടതി ഏറ്റവും, ഞാൻ അവിടെ ഇരിക്കുന്നു, ഞാനിതെല്ലാം കേൾക്കുന്നു, ഞാനിതിലെല്ലാം സാക്ഷിയാണ്, അത്രേ ഉള്ളൂ. അതിലപ്പുറം ആ കോടതി ഒന്നും നടക്കാറില്ല. എന്നോട് മറ്റു കേസുകളിൽ ഞാൻ അവിടെ ചെന്നിട്ടുണ്ട്. ഇതിപ്പോ ഒരു അപ്പൊ അതാണ് അവരവിടെ ഇരിക്കുന്നു, കേൾക്കുന്നു, പോകുന്നു, ഇത്രയും പരിപാടിയുള്ളു. പക്ഷെ അന്ന് പണിത് ഈ ജഡ്ജ്മെന്റ് ഡേ അന്ന് അണിയവർക്ക് ഇത് പണി കൊടുത്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അന്ന് വരെ ഈ വിക്ടിം അഡ്വക്കേറ്റിന്റെ അടുത്ത് ഒരു കാര്യവും ചോദിക്കാത്ത ജഡ്ജ് അന്ന് ജഡ്ജ്മെന്റ് ഡേ അന്ന് ചോദിച്ചു, വിക്ടിമിന്റെ അഡ്വക്കേറ്റിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള തരത്തിൽ ചോദിച്ചു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ TV മിനി പ്രതിഷേധത്തിന്റെ ഭാഗമായി അന്ന് കോടതിയിൽ വന്നില്ല എന്നുള്ളതാണ്. അല്ല, എനിക്കപ്പോ ഈ ജഡ്ജിനോട് ചോദിക്കാനുള്ളത്, ഇവരവിടെ പ്രസന്റ് അല്ല, ഇവർ വന്നില്ല എന്ന് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ജഡ്ജിന്റെ കണ്ടി കുരുവൊന്നും ഇല്ലല്ലോ. അപ്പം അറിഞ്ഞുകൊണ്ട്, ഇവര് വന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവര് ചോദിച്ചത്. ഇവര് പോകാതിരുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇവർ പോകണമായിരുന്നു, അന്ന് പോകേണ്ട ദിവസമായിരുന്നു. ഫൈനൽ ഡേ ആ ജഡ്ജ്മെന്റ് വരുന്ന ദിവസം ഇവർ പോകണമായിരുന്നു. അത് ഇവര് ഉടായ്പത്തോ കാണിച്ച് മാറിയും കൊണ്ട് തന്നെയാണ് തോന്നുന്നത്. ഇത് എന്ത് തേങ്ങാക്കോലയാണെങ്കിലും ഇത് ഒരുമാതിരി TV സീരിയൽ ലെവലായിട്ടുണ്ട്. പെണ്ണുങ്ങൾ തമ്മിലുള്ള അടി. ഇത് കോടതി തന്നെയാണോ അതോ വല്ല കുടുംബ വിളക്കോ ആണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യം പറ, ഇത് കോടതി തന്നെയാണോ? എന്തോന്നാണ് ഇതിവിടെ നടക്കുന്നത്? ഇപ്പൊ മിക്കവാറും ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആളുകൾ വരും. TV മിനി കാരണമാണ് ഈ ഒരു കേസ് തോറ്റുപോയത് എന്ന് പറഞ്ഞ ഒരു നറേഷൻ ഇടയ്ക്ക് വന്നായിരുന്നു. അവിടെ മറുനാടനൊക്കെ ആ ഒരു സ്റ്റോറിയായിട്ട് വന്നായിരുന്നു. ഞാൻ നേരത്തെയും പറഞ്ഞ, ഞാൻ ഇപ്പോഴും പറയുന്നുള്ളത്, ഇവർ ഭയങ്കര ഒരു സ്കില്ലുള്ള വക്കീലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഉള്ള പോലെ പറയണമല്ലോ, ഓപ്പോസിറ്റ് നിൽക്കുന്ന പുള്ളിയെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഒരു കേസ് എവിടെങ്കിലും പാളിപ്പോയിട്ടുണ്ടെങ്കിൽ, ചില പ്രതികൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരേ ഒരു ഉത്തരവാദി അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. ഇവന്റെ ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്യണം. കാര്യം എന്ന് പറഞ്ഞാൽ അത്രയും ഇറസ്പോൺസിബിൾ ആയിട്ടാണ് ഈ ഒരു കേസ് ഹാൻഡിൽ ചെയ്തേക്കുന്നത്. ഇതിനകത്ത് തെളിവുകൾ ശേഖരിച്ചേക്കുന്ന തെളിവ് മൊത്തം അവന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പോലത്തുള്ള തെളിവ്. എന്നാൽ അന്വേഷിക്കേണ്ട വഴികളിലൊന്നും പോയി അന്വേഷിച്ചിട്ടുമില്ല. പിന്നെ എന്തോ വഴിപാട് പോലെ കുറെ തെളിവുകൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് കോടതിയുടെ മുന്നിലോട്ട് കൊണ്ട് ഇട്ട് കൊടുക്കും. ഈ ഫാബ്രിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇട്ട് കൊടുക്കുന്നതിന് പോലും ഒരു മെനയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അതിന് പോലും ഒരു കണ്ടിന്യൂറ്റി ഇല്ല. അതിനെപ്പറ്റി രണ്ട് ചോദ്യം ഓപ്പോസിറ്റ് രാമപിള്ള
ചോദിക്കുമ്പോൾ ഇയാൾ കിടന്ന് ബപ്പപ്പ അടിക്കുക. ആ രീതിയിലുള്ള സാധനമാണ്. ചുമ്മാ തുമ്പും വാലും ഒന്നും ഇല്ലാത്ത രീതിയിൽ ഈ ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന കേസ് എന്നും പറഞ്ഞിട്ട് കുറെ സാധനങ്ങൾ അത്രയും ഇറസ്പോൺസിബിൾ ആയിട്ടാണ് ആ ഒരു കേസ് ഹാൻഡിൽ ചെയ്തേക്കുന്നത്. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച കേസും ആ ഒരു തെളിവും വെച്ചിട്ട് ദിലീപൻ എന്നല്ല ഒരു കുഞ്ഞിനെ ഇവന്മാർ ഈ 6 പേർക്ക് ശിക്ഷ കിട്ടിയ തന്നെ വലിയ ഭാഗ്യം എന്ന് പറ. അല്ലെങ്കിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച കേസിന്റെ ഈ ഒരു ഇത് വെച്ചിട്ട് കിട്ടാൻ ഒരു സാധ്യതയില്ല. അത്ര ഇതായിട്ടാണ്. പിന്നെ ജഡ്ജിന്റെ ഒരു സപ്പോർട്ടും നല്ല രീതിയിൽ ഉണ്ടായിരുന്നു ഈ പറയുന്ന 8ാം പ്രതിക്ക്. പല മെയിൻ ഐറ്റംസും വളച്ചൊടിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഇപ്പൊ അപ്പീൽ പോയേക്കുന്നത്. അല്ലെ കാര്യമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. വോട്ടെവർ എന്താണെങ്കിലും ഇപ്പം കോടതി മാറി കുടുംബവിളക്കായിട്ടുണ്ട്. സോ എന്താണ് ഗൈസ് നിങ്ങളുടെ ഒപ്പീനിയൻ? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതലൊന്നും എനിക്ക് പറയില്ല. അപ്പൊ ശരി, ബൈ.